ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. പക്ഷെ അതിന്റെ പിന്നില് ചില കളികൾ നടന്നിട്ടുണ്ടെന്ന് ഉറപ്പായിട്ടും ഈയിടെ ഞാൻ മനസ്സിലാക്കിയത്. അവരോടൊക്കെ ഞാൻ അതിന്റെ കണക്ക് തീർക്കുകയും ചെയ്യും. അതിനി അധികം താമസം വരില്ല. ഒരേ കോവിലകത്തെ അംഗങ്ങളായിരുന്നു പ്രതാപനും അംബികയും ശേഖരനും. എന്റെ ഭർത്താവ് മഹാദേവ വർമ്മയ്ക്ക് പ്രതാപനോട് വലിയ സ്നേഹമായിരുന്നു. അതായത് നിന്നെ എങ്ങനെ പ്രതാപൻ സ്നേഹിക്കുന്നു അതുപോലെ തന്നെയായിരുന്നു മഹാദേവ വർമ്മയ്ക്ക് പ്രതാപനും. ഏറെ കഴിവുള്ള പ്രതാപനെ എന്റെ ഭർത്താവ് സ്വന്തം മകനെ പോലെ സ്നേഹിച്ചു. ഞങ്ങളുടെ ഏക മകൾ പത്മാവതി, അവള് വലിയ വലിയ കഴിവുള്ള കലാകാരി കൂടിയായിരുന്നു. പാടും, അതിനേക്കാൾ നന്നായി നൃത്തം ചെയ്യും, വരയ്ക്കും, എഴുതും. പ്രതാപനും പത്മയും തമ്മില് പ്രണയമായത് ഞാൻ അറിഞ്ഞില്ല. അന്നത്തെ കാലത്ത് എനിക്കത് അംഗീകരിക്കാനും പറ്റില്ലായിരുന്നു. ഇവരുടെ പ്രേമം പലരും പറഞ്ഞ് ഒടുവിൽ ഞാൻ അറിഞ്ഞു. എനിക്കത് ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ല. പ്രതാപനോട് വൈരാഗ്യം ഉണ്ടായിട്ടൊന്നല്ല. അവളെക്കുറിച്ച് എന്റെ മനസ്സിലെ സങ്കല്പങ്ങളൊക്കെ വേറെയായിരുന്നു. ഞാൻ ഈ പ്രേമത്തെ എതിർത്തു. പത്മയുടെ അച്ഛൻ അന്ന് കൊച്ചിയിലെ പാലസിലായിരുന്നു. ആ സമയത്താ ആ സംഭവം നടന്നത്. അവര് കല്യാണം കഴിച്ചു വന്നിരിക്കുന്നു. ആര്? പ്രതാപനും കൊച്ചുപിരാട്ടിയും. എന്ത്? അവരവിടെ വന്നിരിക്കുന്നു. അയ്യോ അയ്യോ തമ്പ്രാട്ടി വേണ്ട. ആരോടോ? തമ്പ്രാട്ടി ഒരടി മുന്നോട്ട് വെച്ചാ ഒന്നു കളയും ഞാൻ. അമ്മേ, മുന്നോട്ട് വരരുതെന്ന് ഞാൻ പറഞ്ഞേ. കൊല്ലും ഞാൻ. സൂര്യമംഗലത്തിന് നാണക്കേടുണ്ടാക്കി വെച്ചിട്ട് നീ എന്ത് ധൈര്യത്തിൽ അടികേറി വന്നത്? കടന്നു പോയിക്കോ, അല്ലെങ്കിൽ ഈ മുറ്റത്തിട്ട് നിന്നെ ഞാൻ കൊല്ലും. കൊല്ലുന്നെനിക്ക് കൊല്ല്. പക്ഷേ എനിക്ക് പറയാനുള്ളതും കൂടി കേൾക്കണം. എനിക്കൊന്നും കേൾക്കണ്ട. കടന്നു പോയിക്കോ. ഞാൻ അമ്മയുടെ മകള് തന്നെയാ. കേൾപ്പിച്ചിട്ടേ പോകൂ. അമ്മയ്ക്ക് കൊല്ലണമെങ്കിൽ എന്നെ കൊല്ലാം. മാനുഷ്യ മൂല്യങ്ങളും ധാർമ്മികതയും മനുഷ്യ സ്നേഹമൊക്കെ എന്നെ പഠിപ്പിച്ചത് മഹാദേവ വർമ്മ സാറാ, പത്മാവതിയുടെ അച്ഛൻ. ഇഷ്ടപ്പെട്ടവർ തമ്മിൽ കല്യാണം കഴിക്കുന്ന തെറ്റാണെന്ന് അദ്ദേഹം ഇതുവരെ പറഞ്ഞിട്ടില്ല. ഇഷ്ടപ്പെട്ടവരുടെ ചങ്ക് കീറി മുറിച്ചിട്ടാണോടാ കല്യാണം കഴിക്കുന്നേ? വിശാല മനസ്സുള്ള മഹാദേവ വർമ്മ സാറിന്റെ ഭാര്യയ്ക്കും വലിയ മനസ്സായിരിക്കുന്ന ഞാൻ വിചാരിച്ചത്. അക്കാര്യത്തിൽ എനിക്ക് തെറ്റുപറ്റിപ്പോയി. ക്ഷമിക്കണം. കൊല്ലരുത്. ഞങ്ങൾ പോയിക്കാം. മനസ്സിൽ നിങ്ങൾ രണ്ടുപേരും ദൈവവിഗ്രഹങ്ങളായി തന്നെ ഉണ്ട്. കാണണമെന്ന് എപ്പോ തോന്നുന്നു അപ്പൊ ഞങ്ങളെ വിളിക്കാം. ഞങ്ങൾ വരും. ഞാൻ തെറ്റൊന്നും ചെയ്തിട്ടില്ലെന്ന് എനിക്ക് തോന്നുന്നു. അച്ഛൻ അനിയായും മാനസപുത്രനായും കണ്ട ഒരാളെയാ ഞാൻ കല്യാണം കഴിച്ചത്. ഇവനെനിക്ക് പിറക്കാതെ പോയ മകനാണെന്ന് അമ്മയും പലവട്ടം പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഒരാളെ ഞാൻ സ്നേഹിച്ചു പോയെങ്കില് അതിന്റെ ഉത്തരവാദികളും നിങ്ങൾ തന്നെയാ. വിവാഹപ്രായം എത്തിയൊരു പെൺകുട്ടിയുടെ മുന്നിൽ വെച്ച് മറ്റൊരു ചെറുപ്പക്കാരനെ പുകഴ്ത്തരുത്. മാതാപിതാക്കൾക്ക് ആരാധനയുള്ള ഒരാളോട് മകൾക്ക് പ്രേമം തോന്നുന്നത് സ്വാഭാവികം. എന്റെ അമ്മ തന്ന സ്നേഹം മരണം വരെ എനിക്ക് മറ്റൊരിടത്തു നിന്ന് കിട്ടില്ല. മാപ്പ്. എന്നെ ശപിക്കരുത് എന്റെ പൊന്നമ്മ.
പോയത് എന്റെ മോള്. പിന്നെ ഇതുവരെ ഞാൻ അവളെ കണ്ടിട്ടില്ല. അവൾ എന്നെ തിരക്കി വരുമെന്ന് കുറെ വർഷങ്ങൾക്ക് ശേഷം ഞാൻ കരുതി. പക്ഷെ അവള് വന്നില്ല. അവളെ തിരികെ പോയി കാണാൻ എന്റെ ഈഗോട്ട് അനുവദിച്ചതുമില്ല. ഞാൻ എന്റെ മകളോട് അങ്ങനെ പെരുമാറിയതിന് എന്റെ ഭർത്താവ് എന്നെ വഴക്കു പറഞ്ഞു. ആ പ്രശ്നത്തിന്റെ പേരില് ഞങ്ങൾ കുറെ മിണ്ടാതിരുന്നു. ഞാൻ കൽക്കട്ടയിലേക്ക് പതിയെ പതിയെ മാറാൻ കാരണം അതായിരുന്നു. മുത്തശ്ശൻ അമ്മയോട് ഇക്കാര്യത്തിൽ വലിയ എതിർപ്പൊന്നും ഇല്ലായിരുന്നല്ലേ? ഇല്ലായിരുന്നു. പത്മയെ പ്രാണനായിരുന്നു അദ്ദേഹത്തിന്. മകൾ എന്ത് തെറ്റ് ചെയ്താലും അദ്ദേഹം ക്ഷമിക്കുകയും ചെയ്യും. അമ്മമ്മയ്ക്ക് ഇപ്പൊ ഈ അമ്മയോട് ദേഷ്യമുണ്ടോ? ഇല്ല. പക്ഷെ വർഷങ്ങളെടുത്തു എനിക്ക് അവളോടുള്ള ദേഷ്യം മാറാൻ. ഒറ്റയ്ക്കിരുന്ന് മനസ്സൊരുകിയും കരഞ്ഞും പ്രാർത്ഥിച്ചു. ഒടുവിൽ ഞാൻ അവളോട് ക്ഷമിച്ചേക്കാമെന്ന തീരുമാനമെടുത്തു. പ്രതാപൻ അറിയപ്പെടുന്നൊരു നേതാവും മന്ത്രിയും ആയതുകൊണ്ട് എനിക്ക് അവനെ കണ്ടുപിടിക്കാൻ പ്രയാസമൊന്നും ഉണ്ടായില്ല. ഞാൻ വേണുവിനെയും കൂട്ടി അവരെ കാണാൻ പോകാൻ തീരുമാനിച്ചപ്പോഴാ വേണു പറഞ്ഞ് ഞാൻ അറിയുന്നത് പ്രതാപനും പത്മയും തമ്മിൽ വേർപിരിഞ്ഞെന്ന്. വർമ്മ സാറും പത്മാവതി മേഡവും തമ്മില് പിരിയാനുണ്ടായ കാരണം അറിയോ? അറിയില്ല. പക്ഷെ അതിന്റെ പിന്നില് ചില കളികൾ നടന്നിട്ടുണ്ടെന്ന് ഉറപ്പായിട്ടും ഈയിടെ ഞാൻ മനസ്സിലാക്കിയത്. അവരോടൊക്കെ ഞാൻ അതിന്റെ കണക്ക് തീർക്കുകയും ചെയ്യും. അതിനി അധികം താമസം വരില്ല.